നമസ്കാരം. തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള പാർട്ടി ഏൽപ്പിച്ച ദൗത്യം താൻ ഏറ്റെടുത്തതായി കെ മുരളീധരൻ എം പി ഇന്നലെയാണ് സീറ്റ് മാറുന്നതിനെക്കുറിച്ച് അറിഞ്ഞത്. നാളെ മുതൽ തൃശ്ശൂരിൽ പ്രചാരണം തുടങ്ങും. നല്ല പോരാട്ടവും വിജയം UDF പ്രതീക്ഷിക്കുന്നു. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നു. BJPയെ എല്ലായിടത്തും 3ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ നയം. ഒരിടത്തും അവർ 2ാം സ്ഥാനത്തേക്ക് എത്തരുത്. കേരളത്തിൽ അവർക്ക് നിലം തൊടാൻ കഴിയില്ല. ഇന്നലെയാണ് സീറ്റ് മാറണമെന്ന കാര്യം അറിയിച്ചത്. ഞാനത് ഏറ്റെടുത്തു. നേരത്തെ വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലെത്തി. പാർട്ടി ആവശ്യപ്പെട്ടതിനാലായിരുന്നു അത്. ഇനി തൃശ്ശൂരിൽ മത്സരിക്കും. കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. BJP വെല്ലുവിളി ഏറ്റെടുക്കുക എന്നതാണ് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം. പത്മജയെ BJP മുന്നിൽ നിർത്തിയാൽ അത്രയും പണി കുറയുമെന്നും മുരളീധരൻ പരിഹസിച്ചു. അതേസമയം തൻ്റെ പാർട്ടി മാറ്റത്തിൽ കെ മുരളീധരൻ വിരണ്ടുപോയെന്നും അതുകൊണ്ടാണ് തൃശ്ശൂരിലേക്ക് ഓടിയതെന്നും പത്മജ വേണുഗോപാലും പറഞ്ഞു. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിൽ സഹോദരിയായതെന്ന് പറഞ്ഞതൊന്നും മറന്നിട്ടില്ല. എന്നെ ചീത്ത പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കട്ടെ, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടില്ല. BJPക്ക് കാൽക്കാശിൻ്റെ ഗുണമില്ലെന്ന് പിന്നെ എന്തിനാണ് പറയുന്നത്? എന്തിനാണ് ഇന്നലെ വടകരയിൽ നിന്ന് ഓടി തൃശ്ശൂരിലേക്ക് പോയത്? ഞാനൊന്നുമല്ലെങ്കിൽ എന്തിനാണ് അവസാനം ഈ കളി കളിച്ചതെന്നും പത്മജ ചോദിച്ചു. വിരളി പൂണ്ടുകൊണ്ടാണ് തന്നെ ചീത്ത വിളിക്കുന്നത്. മനസ്സമാധാനത്തിന് വേണ്ടി വിളിക്കുന്നതാണ്. അച്ഛൻ പോയപ്പോൾ അച്ഛനെ വരെ വിളിച്ചിട്ടുണ്ട്. അളമുട്ടിയാൽ ചേരയും കടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ചേട്ടനായിപ്പോയി, അനിയനായിരുന്നെങ്കിൽ 2 അടി കൊടുക്കുമായിരുന്നുവെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിനെ മടുത്തിട്ടല്ല, നേതാക്കളെ മടുത്തിട്ടാണ് പാർട്ടി വിട്ടത്. അല്പമെങ്കിലും തന്നെ കേൾക്കാൻ തയ്യാറായത് KPCC പ്രസിഡന്റ് K സുധാകരൻ മാത്രമാണെന്നും അദ്ദേഹത്തിന് മുന്നിൽ താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു. ഒരുപാട് നേതാക്കളുടെ അടുത്ത് പോയി നാണം കെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. തൻ്റെ അച്ഛനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ ശാപമാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് തോന്നാറുണ്ടെന്നും അവർ പറഞ്ഞു. അതിനിടെ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിൽ പോയതുകൊണ്ട് പാർട്ടിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അക്കാര്യം പാർട്ടി ഗൗരവത്തിലെടുക്കുന്നില്ല. അനിൽ ആന്റണിയും പത്മജയും BJPയിലേക്ക് പോകുന്നത് കോൺഗ്രസിന് ചെറു പോറൽ പോലും ഏൽക്കുന്ന കാര്യമല്ലെന്നും ചെന്നിത്തല ഡൽഹിയിൽ പറഞ്ഞു. കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ ജനവികാരം ശക്തമാണ്. കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയ പിന്തുണയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. BJP ഇത്തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. ഇടത് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പ്രഗത്ഭരായ നേതാക്കളെയാണ് കോൺഗ്രസ് നിർത്തുന്നത്. ചെറുപ്പക്കാരെയാണ് സ്ഥാനാർത്ഥികളാക്കുന്നതെന്ന് LDF പറഞ്ഞിരുന്നു. 70 കഴിഞ്ഞാലാണ് ചെറുപ്പമെന്ന് ഇപ്പോഴാണ് പിടികിട്ടിയത്. കേരളത്തിൽ എല്ലാ കാര്യങ്ങളിലും യോജിപ്പോടെ മുന്നോട്ട് പോവുകയാണ്. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു രീതിയിലുള്ള പ്രതിസന്ധിയും ഇക്കാര്യത്തിൽ ഇല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പത്മജയ്ക്കെതിരായ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുകയും ചെയ്തു രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനയോട് യോജിപ്പില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഒറ്റ വാക്കിലാണ് രമേശ് ചെന്നിത്തല പ്രതികരണം അറിയിച്ചത്. അതുപോലെ തന്നെ സ്ത്രീകളെ അപമാനിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നും പത്മജയ്ക്ക് രമേശ് ചെന്നിത്തല മറുപടി നൽകി. സ്ത്രീകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ മോശമായി പെരുമാറുന്നുവെന്ന് ഇതുവരെ പാർട്ടിയിൽ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം പത്മജ വേണുഗോപാലിന്റെ പിതൃത്വത്തെക്കുറിച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും വ്യക്തമാക്കിയിരുന്നു. കെ കരുണാകരന്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതര പാരമ്പര്യം അവകാശപ്പെടാൻ പത്മജയ്ക്ക് ഇനി കഴിയില്ലെന്നാണ് താൻ പറഞ്ഞതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചു. കെ കരുണാകരന്റെ ആ രാഷ്ട്രീയ പിതൃത്വം മുരളീധരനാണ് അവകാശപ്പെടാൻ സാധിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു.